ഇന്നലെ വാങ്ങിച്ച ഫ്ലാക്സ് സീഡ്സാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ്സിനെ ഞാനൊരു ഉണങ്ങിയ പാത്രം കഴുകി ഉണക്കി എടുത്ത ഒരു പാനിൽ റോസ്റ്റ് ചെയ്തെടുക്കും. എണ്ണ അങ്ങനെ ഒന്നും ഒഴിക്കില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ച് എയർ ടൈറ്റായിട്ടുള്ള മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ടിന്നിൽ അടച്ചു വയ്ക്കും. ഈ പപ്പായ ക്യൂബ്സ് ഇത് നല്ല സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇത് വില കുറവായിരുന്നു, 19 രൂപയുള്ളൂ 100 ഗ്രാം 110 ഗ്രാം. അപ്പോൾ ഇത് 100 ഗ്രാം, ഇത് 100 ഗ്രാം, രണ്ടും കൂടെ 40 രൂപ അടുപ്പിച്ച്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ഇതിനെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്ത് പംകിൻ സീഡ്സ് ഞാൻ റോസ്റ്റ് ചെയ്ത് മാത്രം വയ്ക്കും, ഇത് ചെയ്യില്ല, എന്ത് ചെയ്യില്ല, പൊടിക്കില്ല, കാരണം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുഴപ്പമില്ല. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ഇത് റോസ്റ്റ് ചെയ്ത് വെക്കും, അതായത് ഒരു പാനിൽ നന്നായിട്ട് വറുത്ത് വയ്ക്കും. ഇത് എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് സൺഫ്ലവർ സീഡ്സാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വറുത്ത് പൊടിച്ചൊരു ടിന്നിൽ മാറ്റി വയ്ക്കും. ഇതൊരു ടിന്നിലായിരിക്കും, ഇത് വേറെ ടിന്നിൽ, ഇത് വേറെ ടിന്നിൽ, അങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് വരാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം.